ഹലോ ഫ്രണ്ട്സ്, ഇതൊരു 2 HP കംപ്രസർ മോട്ടറാണ്. ഈ 2 HP കംപ്രസർ മോട്ടറിൽ ഓയിൽ മാറ്റുന്നത് എങ്ങനെ എന്നാണ് നമ്മളിതിൽ അറിയുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് മോട്ടർ ഓണോ ഓഫാക്കാനുള്ള ഒരു സ്റ്റാർട്ടർ സ്വിച്ചാണ്. ഇത് കറണ്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും. പിന്നെ മോട്ടറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ട് പറഞ്ഞാൽ അത് ട്രിപ്പാകും. അങ്ങനെയൊക്കെ ഒരു ഗുണമുള്ളൊരു സ്റ്റാർട്ടർ സ്വിച്ചാണിത്. ഇതൊരു സിംഗിൾ ഫേസ് മോട്ടറാണ്. അപ്പോൾ നമുക്ക് ഓയിൽ മാറ്റുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമ്മൾ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ഓയിൽ കംപ്രസർ മോട്ടറിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ ഉണ്ടാവും. അപ്പോൾ നമ്മളത് അഴിച്ച് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ നട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ വേസ്റ്റ് ഓയിലൊക്കെ കളഞ്ഞിട്ട് നിറയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല ഓയിലായിരിക്കും. കംപ്രസർ മോട്ടർ ഇത്തിരി സ്മൂത്തായിട്ട് ഓടുക. അപ്പോൾ ഈ ഓയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഈ നട്ടൊന്ന് അഴിച്ച് മാറ്റാം. എന്നാൽ നമ്മളിതൊരു 1/2 ലിറ്റർ ഓയിലാണ് വാങ്ങിയിരിക്കുന്നത്. 1/2 ലിറ്ററിൻ്റെ ഓയിലിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഓയിൽ ഒഴിക്കുമ്പോൾ ഒരു ഗ്ലാസ്സിലൂടെ കാണും. ആ ഗ്ലാസ്സിൽ 3/4 ഓയിൽ ഒഴിച്ചാൽ മതി. ചിലപ്പോൾ നമ്മൾ കൂടുതൽ ഒഴിച്ച് ചിലപ്പോൾ അത് കൂടെ ഒക്കെ ലീക്കാവും. അപ്പോൾ ആ ഓയിൽ നിറയുമ്പോൾ നമുക്ക് ആ ഗ്ലാസ്സിൽ കാണുന്നതാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. അതാണ് ആ ഗ്ലാസ്. ആ ഓയിൽ ഒഴിക്കുന്നതിൻ്റെ തൊട്ടൊരു ഗ്ലാസ് ഉണ്ട്. അപ്പോൾ അതാണ് ആ ഗ്ലാസ്സിൽ ഇപ്പോൾ 3/4 ആയിട്ടുണ്ട്. ഇത് കുറച്ച് കൂടുതലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. 3/4 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് മുകളിൽ അഴിച്ചു പറഞ്ഞാൽ പിന്നെ ഈ അടപ്പിലൂടെയൊക്കെ തെറിക്കും. പിന്നെ ഈ അടപ്പിലൊരു ഫിൽറ്റർ ഉണ്ട്. നമുക്ക് അത് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. അത് 2 സ്ക്രൂ ഉണ്ട്. അത് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓയിലുള്ള ഒരു അഴുക്ക് അതൊക്കെ ക്ലീൻ ചെയ്ത് അതിൽ വന്ന് തങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിച്ച് പറഞ്ഞാൽ ഈ ഫിൽറ്ററിലൂടെയാണ് വരുന്നത്, ഈ ടോപ്പിലൂടെ. അപ്പോൾ ഈ ടോപ്പ് 2 സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു അട്ട കാണും. അപ്പോൾ ഇത് അഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു പ്ലേറ്റ് കാണും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഓയിലിൻ്റെ വേസ്റ്റ് അങ്ങനെ പൊടിയൊക്കെ ഉണ്ടാകും. അതൊക്കെ ഫുള്ളായിട്ട് തുടയ്ക്കുക. ഈ പ്ലേറ്റ് അതിൽ തന്നെ വെക്കുക. ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എയർ സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ച് പറഞ്ഞാൽ ഇത് കൂടെയാണ് അത് പുറത്തേക്ക് തള്ളുക. എന്നിട്ട് ഈ ടോപ്പൊക്കെ കറക്റ്റായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യുക. ഈ കംപ്രസർ മോട്ടറിൻ്റെ ബോർവെല്ലിൻ്റെ ആഴം 350 അടിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ നമ്മൾ 2 HP മോട്ടർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഈ കംപ്രസർ 2 കംപ്രസറാണ്, 2 ഫിൽറ്ററാണ്. നമ്മളൊരു 200 അടി അതൊക്കെ ഉള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു കംപ്രസറായിരിക്കും 1.5 HP ആയിരിക്കും. ഇത് 2 HP മോട്ടറാണ്, 2 കംപ്രസറാണ്. ഇത് 2 കംപ്രസർ കാണുന്നത് ഇതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ എയർ മോട്ടർ ഓഫാക്കി കഴിഞ്ഞാൽ എവിടെയെങ്കിലും എയറിൻ്റെ ലീക്ക് ഉണ്ട് പറഞ്ഞാൽ വെള്ളം സ്ലോ ആകും. അതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതുമാത്രമല്ല നമ്മളിപ്പോൾ മോട്ടർ കറണ്ട് പോയിട്ടുണ്ട്, കറണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ മോട്ടർ ഓൺ ആക്കുകയാണെങ്കിൽ ഈ കംപ്രസർ മോട്ടറിൻ്റെ എയർ റിലീസ് ചെയ്തതിന് ശേഷം എയർ ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ എയർ കുറ്റി ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ മോട്ടർ ഓൺ ആക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം ചിലപ്പോൾ നമുക്ക് മോട്ടർ അത് ഓൺ ആവില്ല, മോട്ടർ ജാമായി നിൽക്കും, ട്രിപ്പാവും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.